ഏറ്റവും സങ്കടകരമായും എന്നാൽ ഏറ്റവും ആശ്വാസകരമായ ചില വാർത്തകൾ കോഴിക്കോട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എം ഡി വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. കാർഡിയാക് ഐ സിയുവിലുള്ള എം ഡി വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ നിരീക്ഷണത്തിലാണിപ്പോൾ. മാസ്ക് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇത്തിരി മോശമായി. എന്നാലും വായന ശീലമാക്കിയ എല്ലാ മലയാളികളും എം ഡിയെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ തന്നെ മനസ്സുകൊണ്ട് അദ്ദേഹത്തിനൊപ്പമുണ്ട്. എം ഡി ആരോഗ്യത്തോടെ മടങ്ങി വരണം. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എഴുത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കണ്ട ഒരു മഹാ എഴുത്തുകാരനാണ്, ഒരുപക്ഷെ ഒരു സർഗധനാണ് ഇപ്പോൾ ഐ സിയുയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവ്, അതിനെക്കുറിച്ച് പറയും. SKN ഈ അക്ഷരത്തിൻ്റെ തമ്പുരാൻ എന്ന് തന്നെ നമുക്ക് MT യെ വിളിക്കാൻ പറ്റും. കാരണം ക്ലാസിക്കൽ പദവിയിലേക്ക്, ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് മലയാളത്തെ എത്തിക്കാൻ പോലും ഉതകും വിധത്തിലുള്ള നിരവധി, ഒരുപക്ഷെ ഈ വിവർത്തന സാഹിത്യ രംഗത്ത് ലോക റെക്കോർഡ് നേടിയ ആൾക്കാരിൽ ഒരാളാണ് ഈ കൊച്ചു ഇട്ടാവട്ടം. കേരളത്തിലെ മലയാളത്തിൽ മാത്രം ഒതുങ്ങിയ, ഒരു സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങിയ ഭാഷയിൽ ഉണ്ടാക്കിയ MT യുടെ കരവിരുതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തെ മലയാളികൾ, ഒപ്പം സാഹിത്യത്തെ സ്നേഹിക്കുന്നവർ, MT അറിഞ്ഞവർ എല്ലാം തന്നെ പ്രാർത്ഥനയിലാണ്. SKN വിശ്വാസികൾ അല്ലാത്തവർ പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 10:30 മണിയോടുകൂടി ബേബി മെമ്മോറിയലിനകത്ത് കയറി ഞാൻ ICUവിലെ MT കിടക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. അശ്വതിയുമായി സംസാരിച്ചിരുന്നു, MT യുടെ മകളുമായി. ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. ഡോക്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ, വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ വൈദ്യശാസ്ത്രത്തിന് സാധ്യമായതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പണ്ട് SKN MT യുടെ ഒരു പഴയ സിനിമയിലെ രംഗം ഓർക്കുകയാണ്. കാരണം സുഹൃതം എന്ന സിനിമയിൽ MT ഹരികുമാർ സംവിധാനം ചെയ്ത സിനിമയാണ്. അതിൽ MT തന്നെ ഈ പത്രാധിപരുടെ മരണത്തെ തിരിച്ചറിയുന്ന ഒരു രംഗം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ MT ചെയ്തിരിക്കുന്നത് പൊതുദർശനം ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നു. തൻ്റെ മൃതദേഹവുമായുള്ള ഒരു വിലാപയാത്ര പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നാൽ ഇപ്പോഴും ഈ നിമിഷത്തിലും പ്രതീക്ഷയിൽ തന്നെയാണ്. ഡോക്ടേഴ്സ് വൈദ്യശാസ്ത്രത്തിൽ 25% മാത്രമാണ് റിക്കവറി ചാൻസ് എന്ന് പറയുമ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, അത് ഭാഷയിൽ സാഹിത്യത്തിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തിലും മരണശയ്യയിലേക്ക് എന്ന് പറഞ്ഞ് പോയി തിരിച്ചു വന്ന അതിമാനുഷികനായ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു MT ആണ് നമുക്കറിയുന്ന MT. അതുകൊണ്ട് തന്നെ ഈ വേളയിലും നമ്മളെല്ലാം പ്രതീക്ഷയിലാണ്. SKN ഡോക്ടേഴ്സും പ്രതീക്ഷ കൈവിടുന്നില്ല. ചിലപ്പോൾ ഒരു മിറാക്കിൾ സംഭവിക്കാം എന്നാണ് ഈ വിദഗ്ധരുടെ, വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. SKN പക്ഷേ MT യെ അറിഞ്ഞ, അത് നാലുകെട്ടിലെ അപ്പുണ്ണിയെ ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ MT യുടെ സേതു ആയിക്കഴിഞ്ഞാലും ഈ കഥാപാത്രങ്ങളെ, നാട്ടുവഴികളിലെ മുഹൂർത്തങ്ങളെ, കഥാപാത്രങ്ങളെയൊക്കെ പുനരാവിഷ്കരിച്ച MT അതിമാനുഷികനായി അത്ഭുതമായി തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അറിയിപ്പുകൾ മറിച്ചാണ് എങ്കിൽ പോലും ആ പ്രതീക്ഷ MT യെ സ്നേഹിക്കുന്നവർ കൈവിടുന്നില്ല. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. സിനിമ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കെല്ലാം തന്നെ MT യുടെ തിരക്കഥകളെന്ന പുസ്തകം വേദപുസ്തകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. MT സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയത് ശോഭന പരമേശ്വരൻ നായരായിരുന്നു. പരമോണൻ എന്ന് നമ്മളൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന സാക്ഷാൽ ശോഭന പരമേശ്വരൻ നായർ. ഒരുപക്ഷേ മലയാള സാഹിത്യത്തിലും മലയാള സിനിമയിലും MT യെ വിമർശിക്കാനും MT യോട് കലഹിക്കാനുമൊക്കെ അവകാശവും സ്വാതന്ത്ര്യവും അധികാരവുമുള്ള ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ശോഭന പരമേശ്വരൻ നായരായിരുന്നു. അദ്ദേഹവും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു എന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല, പരമോണനോടൊപ്പം ഞാൻ പലപ്പോഴും യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു യാത്രയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ ഓർമ്മിച്ചു പോയി. അദ്ദേഹം MT ഒരു തിരക്കഥ എഴുതി ആദ്യമായിട്ട് സിനിമയിലേക്ക് വരികയാണ്. പരമോണനെ കാണിച്ചു. പരമോണൻ അത് വായിച്ചിട്ട്, വാസു ഇതൊന്നും കൊള്ളത്തില്ല, നീ ഇതിങ്ങനെയൊക്കെയാണോ എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊട്ടയിലിട്ടു. ഒരുപക്ഷെ MT യുടെ സാഹിത്യം കൊട്ടയിലിടാൻ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഒരു നിർമ്മാതാവ് മാത്രമേ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് ശോഭന പരമേശ്വരൻ നായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ ഉടനീളം MT ക്ക് തണലായിരുന്നു ശോഭന പരമേശ്വരൻ നായർ. ചിലപ്പോൾ വെളിച്ചമായിരുന്നു, ചിലപ്പോൾ ഒരു സഹോദരൻ്റെ സ്വാതന്ത്ര്യത്തിൽ വിമർശിക്കുമായിരുന്നു, ചിലപ്പോൾ മാത്രമല്ല ശാസനാരൂപത്തിൽ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ പരമോണ്ണന് ആത്മാവായിരുന്നു MT എന്ന് വേണമെങ്കിൽ പറയാം. അത്ര അടുപ്പമായിരുന്നു. വാസുവിനെ നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ് ഇത്രയും സർഗാത്മകത തുളുമ്പുന്ന ഒരു മനുഷ്യനെ കാണാൻ വിഷമമാണ്. ഒരു വടക്കൻ വീരഗാഥ പോലെ അദ്ദേഹം കുറിച്ചു വെച്ച സിനിമകൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ വെളിച്ചപ്പാടിൻ്റെ കഥകളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നപ്പോൾ ഉണ്ടായ കാവ്യഭാഷ, അതൊക്കെ മലയാളത്തിന് മറ്റൊരാളിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. MT ഒരു ഇരുത്തം എന്ന സംവിധായകനാണ് തെളിയിച്ച സിനിമയായിരുന്നു നിർമാല്യം. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു നിർമാല്യം ഇറങ്ങിയിട്ട്. ഇന്നൊരു നിർമാല്യം പിടിക്കാൻ പോലും ആളുകൾ ധൈര്യപ്പെടില്ല.
ഒരു വിഗ്രഹത്തോട് ഒരു വെളിച്ചപ്പാട് ഏറ്റുമുട്ടുന്ന ഒരു ക്ലൈമാക്സുമായി ഒരു സിനിമ ഇന്നും നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. അപ്പോൾ എം ഡിയുടെ യാത്ര പ്രത്യേകിച്ച് മലയാള ചലച്ചിത്ര ലോകത്ത് ഒരു വഴികാട്ടിയുടേതല്ല, ഒരുപക്ഷെ ഒരു ഗോഡ് ഫാദറിൻ്റേതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എം ഡി വളരെ വേഗം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്നാണ് നമ്മളെപ്പോലെ അക്ഷരസ്നേഹികളായ എല്ലാവരും ആഗ്രഹിക്കുന്നത്.